ഹലോ എവരിവൺ വെൽക്കം ടു റോട്ടോടോക്സ്. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ രണ്ടാമത്തെ മത്സരം SRH വേഴ്സസ് KKR, രണ്ട് ടീമുകളുടെയും ലീഗ് സ്റ്റേജിലെ അവസാനത്തെ മത്സരമായിരുന്നു. ആ അവസാനത്തെ മത്സരം SRH തങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ കളറാക്കി എന്ന് തന്നെ പറയാം. 278 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറാണ് KKRനെതിരെ SRH എടുത്തിരിക്കുന്നത്. സീസണിന്റെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 287 എന്ന് പറയുന്ന ഒരു വൻ ടോട്ടൽ സെറ്റ് ചെയ്ത് അത് വൻ മാർജിനിൽ വിജയിച്ചു. 2024 പോലെ വലിയ സ്കോറുകൾ സെറ്റ് ചെയ്യാൻ തന്നെയാണ് ഈ വർഷം SRH ഇറങ്ങിയത്. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ ഒഴിച്ച് പിന്നീട് ഒന്നും ആ ഒരു രീതിയിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. എന്നാൽ അവസാന മത്സരത്തിൽ അവരെ ഏത് രീതിക്കാണോ അവർ കളിച്ചു വന്നിരുന്നത് കഴിഞ്ഞ സീസൺ മുഴുവൻ, ആ ഒരു രീതി പിന്തുടരുന്ന ഒരു കാഴ്ച വളരെ ആവേശജനകമായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ. ഫസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോൾ പോലും മിസ്സാക്കാതിരുന്ന് കണ്ടൊരു മത്സരം. 278 എന്ന് പറയുന്ന ഒരു വൻ സ്കോറിലേക്ക്, അതും സുനിൽ നരേനും വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും പോലത്തെ മികവുറ്റ എക്കണോമിക്കൽ ബോളേഴ്സ് ഉള്ള ഒരു ടീമിനെ അടിച്ച് പരത്തുന്ന കാഴ്ച. 37 ബോളിൽ നിന്ന് സെഞ്ചുറി തികച്ച ക്ലാസനും ഒരു അർദ്ധ സെഞ്ചുറിയുമായിട്ട് ഹെഡും അതുപോലെ തന്നെ ക്യുക്ക് 30+ റൺസുമായിട്ട് അഭിഷേക് ശർമ്മയും നിറഞ്ഞാടിയപ്പോൾ 278 എന്നൊരു കൂറ്റൻ സ്കോറാണ് SRH സ്കോർ ബോർഡിൽ വന്ന് വീണത്. അതിനെതിരെ 168 എന്ന് പറയുന്ന റൺസ് മാത്രം കൊടുക്കാനേ KKR ബാറ്റ്സ്മാൻമാർക്ക് സാധിച്ചുള്ളൂ. 110 റൺസിന്റെ ഒരു ട്രൈം വിക്ടറിയുമായിട്ട് അങ്ങനെ SRHന് ഈ സീസൺ അവസാനിപ്പിക്കാം. എന്തായാലും SRH ആരാധകർക്ക് ലാസ്റ്റ് മത്സരം ഒരു ഒരു വൻ വിരുന്ന് തന്നെ ആയിട്ടുണ്ട്. ടോസ് നേടിയ SRH ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. അതും ഡൽഹിയിലെ വരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരുന്നു കളി. നല്ല രീതിക്ക് റൺസ് കൊടുക്കുന്ന ഗ്രൗണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ SRH ആഗ്രഹിച്ചൊരു തുടക്കം തന്നെയായിരുന്നു അവർക്ക് കിട്ടിയത്. ഹെഡ് ആയാലും അഭിഷേക് ശർമ്മ ആയാലും ആദ്യ ഓവറുകൾ തൊട്ട് തന്നെ നല്ല രീതിക്ക് ഹിറ്റ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. ഇത്തവണ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അഭിഷേക് ശർമ്മയായിരുന്നു അതിൽ മുന്നിട്ട് വന്നിരുന്നത്. എന്നാൽ ഇത്തവണ ഹെഡായിരുന്നു. ഹെഡ് വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ പേസ് ബോളർമാർക്കെതിരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു കാഴ്ച. അഭിഷേക് ശർമ്മ 30 റൺസിൽ പുറത്താവുന്നു. പിന്നീട് അപ്രതീക്ഷിതമായിട്ട് ക്ലാസൻ വരികയാണ്. ആ ഒരു തീരുമാനം വളരെ മികച്ചത് തന്നെയായി. പിന്നീടുള്ള ആ ഒരു പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള ആ ഒരു 8 ഓവേഴ്സ്, അതും SRHന്റെ ആ ഒരു സ്ട്രോങ് ഡൊമിനേഷൻ തന്നെയായിരുന്നു ആ ഒരു 8 ഓവേഴ്സിൽ കണ്ടത്. 15 ഓവർ, 6 തൊട്ട് 15 ഓവർ വരെയുള്ള ആ ഒരു ഓവേഴ്സ്, അത് SRHന്റെ ഒരു പീക്ക് ഡൊമിനേഷൻ തന്നെയായിരുന്നു. അത്രത്തോളം ഗംഭീരമായിട്ടാണ് ആ ഓവറുകൾ SRH ബാറ്റ് ചെയ്തത്. ക്ലാസന്റെ ഇന്നിങ്സ് എടുത്ത് പറഞ്ഞാൽ 37 ബോളിൽ നിന്ന് 100 റൺസ്, IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ സെഞ്ചുറി. ഗെയിലും വൈഭവ് സൂര്യവംശിയും കഴിഞ്ഞാൽ യൂസഫ് പത്താനോടൊപ്പമാണ് അദ്ദേഹം ഈ റെക്കോർഡ് ഷെയർ ചെയ്യുന്നത്. ഇന്നലെ അദ്ദേഹത്തിന്റെ സിക്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം അത്രയും നീളം കൂടി അത്രയും ലോങ്ങസ്റ്റ് സിക്സുകൾ ഹിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. റസലിനെതിരെ ഒരു ഓവറിൽ 17 റൺസ്, അതിൽ വരുൺ ചക്രവർത്തിയെ പോലെ അത്രയും എക്കണോമിക്കലായിട്ട് എറിഞ്ഞ സ്പിന്നറാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയത്. 3 ഓവറിൽ 54 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഇഷാൻ കിഷന്റെ ഒരു മെല്ലപ്പോക്ക് ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 300-ന് മുകളിൽ വരെ ആ സ്കോർ പോയേക്കാം. അത്രയും ഗംഭീരമായിട്ടാണ് ഇന്നലെ SRH ബാറ്റ് ചെയ്തത്. അതായത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ച ആ ഒരു SRHന്റെ ബാറ്റിംഗ് ഉണ്ട്. ഹെഡും അഭിഷേക് ശർമ്മയും അതുപോലെ ക്ലാസിനും ഒക്കെ അവരുടെ ആ ഒരു പീക്ക് ഫോമിലോട്ട് വന്നിട്ടുള്ള ഒരു മത്സരം. 278 എന്ന് പറയുന്ന സ്കോർ ഒരിക്കലും KKRനെ കൊണ്ട് ചേസ് ചെയ്യാൻ പറ്റൂല എന്ന് ഉറപ്പായിരുന്നു. കാരണം അവർ ബാറ്റിംഗ് രീതി തന്നെ ഈ സീസൺ അങ്ങനെയാണ്. ആരും വലിയ രീതിയിൽ മികവ് കാണിക്കുന്നില്ല. ഒരൊറ്റ മത്സരത്തിൽ പോലും 50+ പാർട്ട്ണർഷിപ്പ് ഈ സീസൺ KKR എടുത്തിട്ടില്ല. KKRന് എന്ത് സംഭവിച്ചു, ഈ സീസൺ എന്ത് പറ്റി, മുൻ ചാമ്പ്യന്മാർക്ക് ഈ സീസണിൽ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ബാറ്റിംഗിലെ പോരായ്മകൾ തന്നെയാണ്. ഈ മത്സരത്തിലും ഓപ്പണിംഗ് വിക്കറ്റിൽ ഒരു 50+ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് KKRന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സുനിൽ നരേന് ക്വിക്ക് സ്റ്റാർട്ട് കൊടുക്കുന്നു, പക്ഷേ അദ്ദേഹം പുറത്താവുന്നു. പിന്നീട് വന്ന് ആരും വലിയ കാര്യമായിട്ട് പിടിച്ചു നിൽക്കുന്നില്ല. ഹർഷിത് റാണയാണ് പിന്നീട് 30+ റൺസ് എടുക്കുന്ന മറ്റൊരു ബാറ്റ്സ്മാൻ. അദ്ദേഹവും മനീഷ് പാണ്ഡെയാണ് പിന്നീട് ആ ടീമിനെ ഒരു മാന്യമായ സ്കോറിലോട്ട് എത്തിക്കുന്നത്. മനീഷ് പാണ്ഡെയും സുനിൽ നരേനും അതുപോലെ ഹർഷിത് റാണയും കഴിഞ്ഞാൽ ബാക്കി ആരും വലിയ കാര്യമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ ആ ടീമിൽ നടത്തുന്നില്ല. റിങ്കു സിംഗും റസലും രമൺദീപ് സിംഗും ഒക്കെ ഇത്തവണ പേപ്പറിൽ പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം അത്രയും പരിതാപകരമായിട്ടുള്ള ബാറ്റിംഗ് യൂണിറ്റാണ് ഇത്തവണ KKRന് ഉണ്ടായിരുന്നത്. പിന്നെ SRH അവസാന ആയപ്പോൾ അവർ ടീമിലേക്ക് വന്ന കുറച്ച് കളിക്കാരുണ്ട്. അതായത് ഈഷൻ മലിംഗ, അതുപോലെ ഹർഷ് ദൂബെ, ഇവരൊക്കെ ഭയങ്കര മികവിൽ പന്തെറിയുകയാണ് ചെയ്യാണ്. അതുപോലെ തന്നെ ഉന്നത് കട്, അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറയണം. എന്നാലും അദ്ദേഹം വളരെ ഗംഭീര സ്പെല്ലായിരുന്നു. ഓപ്പണിംഗ് വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു. 4 ഓവറിൽ 24 താഴെ റൺസ് മാത്രമാണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളൂ. അതും 3 കീ വിക്കറ്റ്സ് എടുക്കുകയുണ്ടായി. SRHന്റെ കാര്യം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത അവരുടെ ബാറ്റ്സ്മാൻമാർ തന്നെയാണ് ഈ സീസൺ. അത് കഴിഞ്ഞ സീസൺ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ബോളേഴ്സായിട്ട് മുഹമ്മദ് ഷമിയെ പോലത്തെ ഒരു എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ ബോളർ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സീസൺ വളരെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്തിടേണ്ട ഒരു അവസ്ഥ വരെ വന്നു SRHന്. പക്ഷേ അവസാനം പിന്നെ ഉന്നത് കടിനെ കൊണ്ടുവരുന്നു. ഉന്നത് കട് വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം അവസാന മത്സരങ്ങളിലൊക്കെ പന്തെറിഞ്ഞത്. അതുപോലെ ഇഷാൻ മലിംഗ, കമിന്ദു മെൻഡിസ്, അതുപോലെ ഹർഷ് ദൂബെ തുടങ്ങിയ താരങ്ങളൊക്കെ അവസാന സമയത്തൊക്കെ വളരെ മികച്ച ഫോമിൽ തന്നെയാണ് SRHന് വേണ്ടി കളിച്ചത്. പക്ഷേ അപ്പോഴേക്കും പ്ലേ ഓഫ് സാധ്യത അവർക്ക് നഷ്ടമായി കഴിഞ്ഞു. എനിവേ ഇന്നലെ 110 റൺസിന്റെ ഒരു അതിഗംഭീര വിജയം. ഇന്നലത്തെ 2 മത്സരങ്ങളും വളരെ റൺസ് ഒരുപാട് വന്നിട്ടുള്ള ഫസ്റ്റ് ഇന്നിങ്സുകളായിരുന്നു. അതിൽ SRHന്റെ മത്സരത്തിൽ 278 എന്ന് പറയുന്ന ഒരു ഭീകര സ്കോർ നമ്മൾ കണ്ടു. അങ്ങനെ IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടോട്ടലുകളിൽ ആദ്യം 4 സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് SRH. മറ്റാരും തന്നെ അവിടെ ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ 100 റൺസ് തോൽവി വഴങ്ങുക എന്നുള്ള ആ ഒരു നാണക്കേടിൽ 2 തോൽവികളായിട്ട് ഇപ്പോൾ KKR ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. RCB ആണെന്ന സ്ഥാനത്ത്. എന്തായാലും KKRനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സീസൺ ആയിരുന്നു. അവർ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ്. പക്ഷേ ഈ സീസണിൽ അതിൻ്റെ ഒരു നിഴൽ പോലും
വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവരെ കപ്പടിപ്പിച്ച ശ്രേയസ് അയ്യരെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി മറ്റൊരു താരത്തെ കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കിയത് അത് ഒരിക്കലും ഒരു നല്ല തീരുമാനമായിട്ട് മാറിയില്ല അവരുടെ ഈ സീസണിൽ. എനിവേ അടുത്ത സീസണിൽ KKR തിരിച്ചു വരുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അവർ 3 കപ്പുള്ള IPL-ലെ എക്കാലത്തെയും മികച്ച ടീമുകളിലൊന്ന് തന്നെയാണ്. അതുപോലെ SRHനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ അവർ വിചാരിച്ച പോലെ വന്നില്ല എങ്കിൽ അവസാനത്തെ 2 മത്സരങ്ങളിൽ ഒരു മികച്ച ജയം സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിച്ചു.